ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പാസ്ത ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളിയിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 250 ഗ്രാം പാസ്തയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പാസ്തയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 15-20 മിനിറ്റ്സിനുള്ളിൽ തന്നെ പാസ്ത നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് അതിലെ വെള്ളം ഒന്ന് ഡ്രൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇന്നൊരു ചിക്കൻ പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ ഞാനിവിടെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു കുക്കറിൽ ചിക്കൻ ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഈ ചിക്കൻ വേവിച്ച വെള്ളം നമ്മൾ ഈ സോസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ വേവിച്ച വെള്ളം വേറെ തന്നെ മാറ്റി വെക്കണം. നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 20 ഗ്രാം ബട്ടർ, അൺസാൾട്ടഡ് ബട്ടറായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. സാൾട്ടഡ് ആയാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മൈദയും ബട്ടറും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ കട്ടകൾ പോലെ ഉണ്ടാവും. അത് നമുക്ക് പിന്നെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ തന്നെ ആ കട്ടകൾ പോയി കിട്ടും. അപ്പോൾ ഇതിലേക്ക് മൈദയൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ ഈ പാൽ ചേർക്കുമ്പോൾ നല്ല കട്ടിയായി വരും. അപ്പോൾ വീണ്ടും പാൽ ഒഴിച്ചിട്ട് നമുക്ക് എത്രത്തോളം സോസ് വേണം അതനുസരിച്ചിട്ട് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് കട്ടകളുണ്ട്. അതുകൊണ്ട് ഞാനൊരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കട്ടകളൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ വേവിച്ച വെള്ളമാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. വേവിച്ച വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തിളക്കുന്നോറും നന്നായി കട്ടിയായിട്ട് വരും. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒറിഗാനോ അവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ അതോടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പെപ്പറും ഒറിഗാനോ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾക്ക് വെജിറ്റബിൾസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ക്യാരറ്റ് അതുപോലത്തുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു പാസ്ത റെസിപ്പി ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ വേറെ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ചിക്കൻ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ വേവിച്ച ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സോസ് എത്രയാണോ അതിനനുസരിച്ചിട്ട് വേണം പാസ്ത ചേർത്ത് കൊടുക്കാൻ. സോസ് കുറവും പാസ്ത ഒരുപാടായി കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പം ഞാൻ പാസ്ത വേവിച്ചത് കുറച്ചൊന്ന് അധികമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവും. സോസ് പാസ്തയായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതൊന്ന് ഡ്രൈ ആയി പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് പാലൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ വീണ്ടും ശരിയായി കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ആട്ടോ ഇത്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.